വർഷങ്ങൾക്ക് ശേഷം ഡയറക്റ്റഡ് ബൈ വിനീത് ശ്രീനിവാസൻ ഒരു സാധാരണ സ്ക്രിപ്റ്റിനെ അതിലേക്ക് മ്യൂസിക്, ഇമോഷൻ, ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തുകൊണ്ട് ഏതൊരു പ്രേക്ഷകനെയും ഒരു തവണയെങ്കിലും പിടിച്ചിരുത്തി സിനിമ കാണിക്കാനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള കഴിവ് വിനീത് ശ്രീനിവാസനുണ്ട്. ഈ സിനിമയിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതങ്ങനെ വലിയ സംഭവമായിട്ടുള്ള ഒരു സിനിമയൊന്നും അല്ല കേട്ടോ. അത് ആവേശം കണ്ടതിൻ്റെ ആവേശം കൊണ്ട് എനിക്ക് തോന്നുന്നതാണോ എന്നറിയില്ല. ഈ സിനിമ എനിക്ക് അങ്ങനെ വലിയ സംഭവമായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. ഈ സിനിമ ഞാൻ ഇത്രയും നേരം കണ്ടിരിക്കാനുള്ള ഒരൊറ്റ കാരണം എന്ന് പറയുന്നത് നിവിൻ പോളിയായിരുന്നു. ഒറ്റയ്ക്ക് വന്നവനാണ് പട്ടികളെ, ആ സാധനം കിടലായിരുന്നു കേട്ടോ. ഐ ആം ബാക്ക് ബേബി. അത് ഈ സിനിമ ശരിക്കും, അതായത് ഈ ധ്യാൻ ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ, അജു വർഗീസ്, ബേസിൽ ഇവരുടെയൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് സെക്കൻഡ് ഹാഫിലെ നിവിൻ പോളിയുടെ പ്രകടനമായിരുന്നു കേട്ടോ. എത്ര കിടിലമായിട്ടാണ് അദ്ദേഹം ആ ഒരു ക്യാരക്ടർ ചെയ്തത്. സെൽഫ് ട്രോളും കാര്യങ്ങളൊക്കെ ഒരുപാട് അദ്ദേഹം പറയുന്നുണ്ട്. കോമഡിയൊക്കെ ഇയാൾ എത്ര ഫ്ലെക്സിബിൾ ആയിട്ടാണ് ചെയ്തത്, ഗംഭീരം. ആ ഒരു സെൻസിൽ നോക്കുകയാണെങ്കിൽ നിവിൻ പോളി എന്ന് പറയുന്ന ആക്ടറിനെ ഇപ്പോൾ ഉള്ള സിനിമയിലൊന്നും അത്ര നന്നായിട്ട് ഉപയോഗിക്കുന്നില്ല എന്ന് തന്നെ പറയാം. വിനീത് ശ്രീനിവാസന്റെ ഒരുവിധം എല്ലാ സിനിമകളും മ്യൂസിക്കലി വളരെ റിച്ച് ആണല്ലോ. അപ്പോൾ അദ്ദേഹം പല സിനിമകളിലും മുമ്പ് എപ്പോഴെങ്കിലൊക്കെ മലയാളത്തിൽ ഉപയോഗിച്ചിട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ആക്ടറിന്റെ സോങ്ങും കാര്യങ്ങളൊക്കെ വീണ്ടും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഹൃദയത്തിലൊക്കെ നഗുമ ഉപയോഗിച്ചിട്ടില്ലേ. അതുപോലെ തന്നെ ഈ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിലും നമ്മുടെ ചന്ദ്രോത്സവത്തിലെ ഒരു പാട്ടില്ലേ, വരവീണ ഋതുപാണി, അത് ഈ സിനിമയിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു നമുക്കിപ്പോൾ ലാലേട്ടനോടും ലാലേട്ടൻ്റെ സിനിമയോടൊക്കെ ഉള്ള ഒരു ഇഷ്ടമുണ്ടല്ലോ, ആ ഒരു ഇമോഷണൽ ബോണ്ട് ഒന്നുകൂടി റീക്രിയേറ്റ് ചെയ്യാനാണോ എന്നറിയില്ല. പക്ഷേ അത് ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ രസമായിരുന്നു, അങ്ങനെ വലിയ ബോറായിട്ടൊന്നുമില്ല. പിന്നെ ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ പുതിയ ഒരാളാണ്. പാട്ടുകളൊന്നും എനിക്ക് അങ്ങനെ വലിയ അടിപൊളിയായിട്ട് തോന്നിയില്ല. പിന്നെ നിവിൻ പോളിയുടെ ഒക്കെ BGM അത്യാവശ്യം നല്ല കിടിലമായിരുന്നു. പിന്നെ ഒരു സീൻ റെഫറൻസും എനിക്ക് അതുപോലെ തന്നെ തോന്നിയിട്ടുണ്ട്. അതായത് ഒരു സീനിൽ വിനീത് അല്ല, ധ്യാനും പ്രണവ് മോഹൻലാലും തമ്മിൽ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സീനിൽ ഒരു പുഴക്കരയിൽ നമ്മുടെ കുറേ കാളവണ്ടിയും പിന്നെ കുറേ തുണി അലക്കുന്ന ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മുടെ തേന്മാവിൻ കൊമ്പത്ത് സിനിമയുടെ ഒരു ചെറിയൊരു ഷെയ്ഡ് പോലെ എനിക്ക് അവിടെ ഫീൽ ചെയ്തു. ആ ഒരു ഷോട്ട്, ആ പപ്പു ഇങ്ങനെ കുളിക്കുന്ന സമയത്ത് ഇയാൾ വെള്ളത്തിൽ വീണു പോവില്ല, ആ ഒരു സീനുമായിട്ട് ചെറിയൊരു റെഫറൻസ് എനിക്ക് തോന്നി. ചിലപ്പോൾ എൻ്റെ ഒരു തോന്നലായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചില സാധനങ്ങളൊക്കെ വിനീതിൻ്റെ ചില സിനിമകളിൽ കാണാറുണ്ട്. ഈ സിനിമയിലും അങ്ങനെ തന്നെ എനിക്ക് തോന്നി. പിന്നെ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഫ്രണ്ട്ഷിപ്പാണ് ഈ സിനിമയുടെ ഏറ്റവും കോർ എന്ന് പറയുന്നത്. അതായത് രണ്ട് സുഹൃത്തുക്കൾ കേരളത്തിൽ നിന്ന് കോടമ്പാക്കത്തേക്ക് വന്നതും സിനിമയിൽ ട്രൈ ചെയ്യുന്നതും, ഒരാളിങ്ങനെ കയറി പോകുന്നതും മറ്റേ ആൾ തകർന്നു പോകുന്നതും, അവരുടെ ഫ്രണ്ട്ഷിപ്പ്, കോൺഫ്ലിക്റ്റ്, ഈഗോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സിനിമയുടെ ബേസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഹാഫിലെ നമ്മുടെ കല്യാണി പ്രിയദർശൻ്റെയും പിന്നെ പ്രണവിൻ്റെയും ലവ് ട്രാക്ക് അത്യാവശ്യം നല്ല ബോറായിരുന്നു കേട്ടോ. എന്തൊരു ദുരന്തം. ഈ ഗുൽമോഹർ വാഗമരൻ ടൈപ്പ് സാധനമില്ലേ, അതിൻ്റെ ഒരു ക്രിഞ്ച് വേർഷൻ, ഒരു നോർത്ത് ഇന്ത്യൻ വേർഷൻ ആയിരുന്നു അത് അത്യാവശ്യം നല്ല ബോറായിരുന്നു. പക്ഷേ ധ്യാൻ്റെ അഭിനയം കിടിലനായിരുന്നു കേട്ടോ. ധ്യാൻ്റെ നമ്മൾ മുൻപുള്ള അദ്ദേഹത്തിൻ്റെ ഈ പൊളിഞ്ഞു പാളി സൈഡ് സിനിമകളില്ലേ, ആ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള പോലെ ഒന്നും അത്യാവശ്യം നല്ല ആക്ടർ തന്നെയാണ് ധ്യാൻ്റെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്ന് വർഷങ്ങൾക്ക് ശേഷം എന്ന മൂവിയിലെ വേണു കൂത്തുപറമ്പ് എന്ന ക്യാരക്ടറാണ്. നല്ല പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ പ്രണവിൻ്റെയും കല്യാണിയുടെയും ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ സീനൊക്കെ എനിക്ക് അത്ര വർക്കായിട്ടില്ല. ഇവരെന്തോ പാരലൽ വേൾഡിൽ നിന്ന് വേറെ എവിടുന്നോ വന്നിട്ട് പുറത്തുനിന്ന് എവിടുന്നോ വന്ന ആൾക്കാരെ പോലെ സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്ത പോലെയൊക്കെയാണ് ഈ രണ്ട് കഥാപാത്രങ്ങൾ ഒരുമിച്ച് വരുന്ന സീനിലൊക്കെ തോന്നിയത്. പക്ഷേ പ്രണവും ധ്യാനും തമ്മിലുള്ള കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിരുന്നു. പിന്നെ ഇവർ കോടമ്പാക്കത്ത് മദ്രാസിൽ പോയതിനു ശേഷം ഈ പ്രണവ് ചെയ്ത ഒരു പാട്ട് ഇയാളൊരു ടീ ഷോപ്പിൽ ഒരു ചായക്കടയിൽ നിന്ന് കേൾക്കുന്ന ഒരു സീനുണ്ട്. അത് വളരെയധികം എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സാധനം. അതായത് നമ്മൾ ചെയ്തു വെച്ച ഒരു സാധനം, അതിപ്പോൾ ഒരു വീഡിയോയോ എന്തെങ്കിലും ഒരു കാര്യം ആൾക്കാർ ഇങ്ങനെ കണ്ടിട്ട് അത് നന്നായിട്ടുണ്ട് എന്ന് പറയുകയും നമ്മളാണ് ചെയ്തത് എന്ന് അവർക്കറിയില്ല അത് നമ്മളാണ് ചെയ്തതെന്ന്. പക്ഷേ ആ സാധനം നന്നായിട്ടുണ്ട് എന്ന് അവരിങ്ങനെ പറയുന്ന സമയത്ത് മാറി നിന്നത് കേൾക്കുമ്പോഴത്തേക്കും അതൊരു ഫീൽ, അതെനിക്ക് ശരിക്കും കണക്ട് ചെയ്തു. അതിൽ പ്രണവ് ചെയ്തൊരു പാട്ട് അയാളിങ്ങനെ ചായക്കടയിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ നല്ല അഭിപ്രായമൊക്കെ പറയും. അത് ആ ഒരു സീൻ വല്ലാത്തൊരു അനുഭവമായിരുന്നു, കിടിലമായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടം റീക്രിയേറ്റ് ചെയ്തത് അടിപൊളിയായിരുന്നു. പിന്നെ പഴയ കാലഘട്ടം കാണിക്കുന്ന സമയത്ത് ഷാൻ റഹ്മാൻ, അദ്ദേഹം ഒരു പഴയ ആക്ടറായിട്ടാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ അഭിനയം അടിപൊളിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കോമഡിയും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. എനിക്കൊന്നും പറയാനില്ല, കിടിലമായിരുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ബേസിൽ ജോസഫ്, അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസൻ്റെ സിനിമകളിലൊക്കെ കാണാറുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ഭഗത് മാനുവൽ, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ, പിന്നെ അശ്വത് ലാലോ ഹൃദയത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ചങ്ങായി, ഇങ്ങനെ കുറേ ആൾക്കാർ കയറി വരുന്നുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ നിവിൻ പോളിയാണ്. നിവിൻ പോളി വന്നതിന് ശേഷമാണ് ഈ സിനിമ ശരിക്കും ഒന്ന് ഓണായത്. എനിക്ക് ശരിക്കും ഈ സിനിമ കാണാൻ തോന്നിയത് തന്നെ നിവിൻ പോളി വന്നതിന് ശേഷമായിരുന്നു. നിവിൻ പോളി ഒരു ഗംഭീര ആക്ടറാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ പ്രകടനം, ഈ സിനിമയിലെ പ്രകടനം സൂപ്പറായിരുന്നു. ആ ഒരു പോർഷൻ, നിവിൻ പോളിയുടെ ആ ഒരു പോർഷൻ ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമ എനിക്ക് തോന്നുന്നു ഒരു ആവറേജോ ബിലോ ആവറേജോ ആയി മാറിയേനെ. എന്നെ ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്യിച്ചതും ഈ സിനിമ കാണാൻ പ്രേരിപ്പിച്ചതും നിവിൻ പോളിയുടെ പ്രകടനം തന്നെയാണ്. ഗംഭീരമായിട്ടുള്ള പ്രകടനം, നല്ല സൂപ്പറായിട്ട് അയാൾ ചെയ്തിട്ടുണ്ട്.
സൂപ്പറായിരുന്നു. അതുപോലെ തന്നെ സിനിമയുടെ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ഈ പ്രണവ്, ധ്യാൻ ഇവരൊക്കെ ഏജ്ഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട്. അവിടെ അജു വർഗീസ് വീണ്ടും ഒരു ഡബിൾ റോൾ പോലെ, അത് ഒരു പ്രൊഡ്യൂസറുടെ മോനായിട്ടൊക്കെ വരുന്നുണ്ട്. അജു വർഗീസിന്റെ പെർഫോമൻസ് സൂപ്പറായിരുന്നു. ഇവർക്ക് ഏജ് ആയതിനു ശേഷമുള്ള ഈ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഇല്ലേ, ആ ജനറേഷൻ ഗ്യാപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. ചില പ്രയോഗങ്ങൾ, അതായത് നമ്മളിപ്പോൾ ഈ യൂത്ത് ചെക്കന്മാരൊക്കെ പറയുന്ന ചില പ്രയോഗങ്ങളുണ്ടല്ലോ, ഈ പട്ടി ഷോ, ക്രിഞ്ച്, ഇതൊന്നും പഴയ ആൾക്കാർക്ക് അത്ര പെട്ടെന്ന് കണക്ട് ആവാത്ത നിൽക്കുന്ന, കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന സാധനങ്ങളൊക്കെ ഈ സിനിമയിൽ നന്നായി കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇവരൊന്നും കൂടാതെ സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള വിനീത് ശ്രീനിവാസനും സിനിമയുടെ പ്രൊഡ്യൂസറൊക്കെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു തവണ കണ്ടിരിക്കാൻ വേണ്ടി പറ്റുന്ന നിവിൻ പോളിയുടെ ഒരു കിടിലൻ പെർഫോമൻസ് ഉള്ള, ധ്യാൻ്റെയും അജു വർഗീസിൻ്റെയും ബീസൽ ജോസഫിൻ്റെയും ഒക്കെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഉള്ള, എന്നാൽ പ്രണവ് മോഹൻലാലിൻ്റെയും കല്യാണി പ്രിയദർശൻ്റെയും അത്യാവശ്യം ക്രിഞ്ച് ഫെസ്റ്റൊക്കെ ഉള്ള, ആസിഫ് അലിയുടെ ഗസ്റ്റ് റോളുള്ള, ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ടിപ്പിക്കൽ വിനീത് ശ്രീനിവാസൻ പടമാണ്. വർഷങ്ങൾക്ക് ശേഷം ഒറ്റയ്ക്ക് വന്നവനാടാ പട്ടികളെ. ബൈ.